ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പശ്ചിമ ബംഗാളിലെ കണക്കുകളാണ് ഇപ്പോൾ ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് പുറത്തുവിട്ടിരിക്കുന്നത്. അവരുടെ എക്സിറ്റ് പോൾ പ്രകാരമാണെങ്കിൽ BJPക്ക് 21 സീറ്റ്, അതായത് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 3 സീറ്റിന്റെ വർധന ഉണ്ടാകുമെന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിന് 19, കോൺഗ്രസിന് 2, ഇടതുപക്ഷത്തിന് 0 എന്നുള്ളൊരു കണക്കാണ് ഇപ്പോൾ അവർ പുറത്തുവിടുന്നത്. വലിയ ഒരു ശതമാനം അവർക്ക് BJPക്ക് ലഭിച്ചിരിക്കുന്നു. തൃണമൂലിന്റെ 3 സീറ്റ് പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ 2 സീറ്റുകൾ അവർ നിലനിർത്തുന്നു. അതേസമയം ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 0 അല്ലെങ്കിൽ 1 സീറ്റ് ലഭിക്കുന്നില്ല. പക്ഷേ പശ്ചിമ ബംഗാളിൽ BJP നേട്ടം കൊയ്യുന്നു എന്നുള്ളതാണ്. 21 മുതൽ 25 വരെ എന്നുള്ളതാണ് കണക്ക്. അതായത് അവർ പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ BJP നേതാക്കൾ പറഞ്ഞിരുന്നത് 24 മുകളിൽ എത്ര വേണോ പോകാം എന്നുള്ളൊരു കണക്കായിരുന്നു. ഏകദേശം അത് കൃത്യമായി 21 എന്നുള്ള ഒരു മീഡിയൻ എടുക്കുകയാണെങ്കിൽ 21-ൽ നിൽക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റ് 19 ആകുന്നു. കോൺഗ്രസിന് 2 സീറ്റ്. ഈ 2 സീറ്റിൽ അധീർ രഞ്ജൻ ചൗധരിയുടെ മണ്ഡലമുണ്ടോ എന്നാണ് അറിയേണ്ടത്. സുപ്രധാനമായ മത്സരമാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പശ്ചിമ ബംഗാളിലെ ഈ കണക്ക് ആദ്യത്തെ പ്രവചനം പുറത്തു വരികയാണ്. 25 വരെ, അതായത് മുർഷിദാബാദിൽ മുഹമ്മദ് സലീം ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് കൂടി നമ്മൾ കണ്ടു. ഇതുവരെയുള്ള കണക്കുകൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇത് കേരളത്തിലെ കണക്കുകളാണ്. TV9 പറയുന്നു UDFന് 16 സീറ്റ്, LDFന് 3 സീറ്റ്, NDAക്ക് 1 സീറ്റ്. ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ 17 മുതൽ 18 സീറ്റ് വരെ UDF, LDFന് 0 മുതൽ 1 വരെ. ഒരു പക്ഷേ സീറ്റ് ഇല്ലാതെയും ഇരിക്കാമെന്നാണ് ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നത്. എന്നാൽ 2 മുതൽ 3 വരെ NDAക്ക്. അതങ്ങനെ കേരളത്തിൽ നടക്കുമോ അറിയില്ല. CNN News 18 15 മുതൽ 18 സീറ്റ് വരെ UDFന് പറയുന്നുണ്ട്. 2 മുതൽ 5 വരെ LDF, 1 മുതൽ 3 വരെ NDA. ടൈംസ് നൗ 14 മുതൽ 15 സീറ്റ് വരെ UDF, 4 സീറ്റ് LDFന്, 1 സീറ്റ് NDA. ഇന്ത്യ ടുഡേയും CNN-ഉം 3 സീറ്റുകൾ വരെയാകാം എന്ന് പറയുന്നു. അതെ, അത് 1, 2. റിപ്പബ്ലിക് ഭാരതിന്റെ ഡൽഹി ഫലസൂചനകൾ വരുന്നു. എക്സിറ്റ് പോൾ ഫലം BJP 5 മുതൽ 7 വരെ, ഇന്ത്യ 0 മുതൽ 2 വരെ. കഴിഞ്ഞ വർഷത്തേന് സമാനമായി ഒരു വട്ടം കൂടി ഡൽഹി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് നടത്തിയ കനത്ത പ്രചാരണങ്ങളെ നിർവീര്യമാക്കിക്കൊണ്ട് 2 സീറ്റ് എന്ന് പറയുമ്പോൾ അതൊരു മുന്നോട്ട് പോക്കല്ലേ. 7 നേടാമെന്ന സൂചനയും അതേ തന്നെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷത്തേന് സമാനമായ വിധത്തിൽ ഡൽഹിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. വലിയൊരു സുനാമി എന്തായാലും ഡൽഹിയിൽ സംഭവിക്കുന്നില്ല. പക്ഷേ ഈ സർവേകളിൽ രാജീവ് പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം കേരളം BJP 3 സീറ്റ് ആണെങ്കിൽ 27% വോട്ടും കിട്ടും. അല്ല, 27% വോട്ട് എന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്ക് BJP നേതാക്കൾക്കില്ല. അതല്ലേ പ്രശ്നം. 20% വോട്ടാണ് കേരളത്തിലുള്ള ഏത് സാമാന്യ ബോധമുള്ള മനുഷ്യനും അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 20% വോട്ടിനൊക്കെ അപ്പുറം പോവോ? BJPയുടെ ചരിത്രത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രകടനം 30 ലക്ഷം വോട്ട്, അതായത് 15.2% വോട്ടാണ്. ആ 15.2% 27 എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഡബിൾ, അത്രയും ഇരട്ടി വോട്ട് സമാഹരണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12% വോട്ട് നേടിയ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി 27%-ലേക്ക് അത്ര അവിശ്വസനീയമായ വളർച്ച ഉണ്ടാക്കുക എന്നുള്ളത് സാധാരണ നിലയിൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് ഇതുകൊണ്ടൊക്കെ കൂടിയായിരിക്കാം. കാരണം മറ്റൊരു തരംഗത്തിനൊപ്പം നിന്നുകൊണ്ട് കൂടുതൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയുടെ കേന്ദ്ര നേതൃത്വം കേരളത്തോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം സീറ്റുകളെ കുറിച്ച് വേവലാതിപ്പെടേണ്ട, പക്ഷേ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കണമെന്നാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് എല്ലാ സർവേകളിലും 1 സീറ്റെങ്കിലും BJP നേടും എന്ന് പ്രവചിക്കുന്നു എന്നുള്ളത് കൗതുകകരമാണ്. 1 മുതൽ 3 വരെ സീറ്റുകൾ BJPക്ക് വിവിധ ടെലിവിഷൻ ചാനലുകൾ, വിവിധ സർവേ ഏജൻസികൾ നൽകുന്നു എന്നുള്ള കൗതുകകരമായ കാര്യം. പക്ഷേ LDF 0-ലേക്ക് ഒതുങ്ങാനുള്ള സാധ്യത കൂടി പറയുന്നു. LDF 1 സീറ്റും കിട്ടാതിരിക്കുകയും ഒപ്പം BJPക്ക് 3 സീറ്റ് വരെ കിട്ടുകയും ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവചനം എന്ന് പറയുന്നത് നിലവിൽ നമുക്ക് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ അത് ഉണ്ടാക്കുന്ന പ്രകമ്പനം വളരെ വലുതായിരിക്കും. കേരള രാഷ്ട്രീയത്തിലെ ഒരു ടെക്ടോണിക് ഷിഫ്റ്റ് ആയിരിക്കും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാവുക. എന്തായാലും അതൊക്കെ നമ്മൾ ജൂൺ 4-ന് മാത്രം പറയേണ്ട കാര്യങ്ങളാണ്. ഇത് ABP ന്യൂസിന്റെ കേരള കണക്കാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. UDFന് 17 മുതൽ 19 വരെ. ഇപ്പോൾ ABPയുടെ ആന്ധ്രയിലെ